ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു ബാറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ദോശമാവിൻ്റെ ആണെങ്കിലും ബാറ്റർ എടുക്കാം. ദോശമാവാകുമ്പോൾ ഇത്തിരി കൂടെ ലൂസായിട്ടിരിക്കും. ഇഡ്ഡലി മാവാകുമ്പോൾ ഇത്തിരി നല്ല തിക്കായിട്ടുള്ള ആ ഒരു ബാറ്ററാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ബൗൾ കണക്കാക്കിയുള്ള ഒരു കണക്കാണ് എല്ലാത്തിനും ഞാനിവിടെ പറയുന്നത്. ഞാൻ ഈ ഒരു മാവിൻ്റെ അളവിന് 1 ടീസ്പൂൺ റവ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. റവ ഇടുമ്പോൾ ഇതിന് നല്ലൊരു സോഫ്റ്റും അതുപോലെ തന്നെ ഒരു ക്രിസ്പിയും ആകാനായിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ മൈദ ആണ്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂൺ നമുക്ക് അരിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇടുന്നത് ഒത്തിരി കൂടുതൽ വേണ്ട. ഈ ഒരു അളവിന് ഈ ഒരു കണക്കിനാണ് അരിപ്പൊടി നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ പൊടി ഐറ്റം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം, ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് ആ മാവ് എല്ലാം ഒന്ന് സെറ്റാകാനായിട്ടാണ്. അതിൽ ചേർത്തേക്കുന്ന റവ എല്ലാം ഒന്ന് കുതിർന്ന് വന്ന് അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിതൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ആ മാവെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് റവയെല്ലാം കുതിർന്നതിന് ശേഷം മാവ് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്കിതിലേക്ക് എന്തെല്ലാമാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സബോള കൊത്തി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അത് നമുക്കിതിലേക്ക് അടുത്തായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 2 ചെറിയ പച്ചമുളകും ഞാനിതുപോലെ ഇതിലേക്ക് ചെറുതായിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇത് കുറേശ്ശെയായിട്ട് നമുക്കതിലേക്ക് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ നനഞ്ഞ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ഓരോ ബോൾസായിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ കൊണ്ടാണെങ്കിലും ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ആദ്യം നമുക്ക് ഓയിൽ വെക്കാനായിട്ട്. അതിന് ശേഷം നമുക്കിത് മീഡിയത്തിലേക്ക് ഇട്ടിട്ട് വേണം തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഇതിൻ്റെ അകമെല്ലാം നന്നായിട്ട് വെന്ത് വരുന്നിടം വരെ ഇത് നല്ല ആ ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നല്ല കട്ടച്ചമ്മന്തിയുടെ കൂട്ടത്തിൽ വേണം നമ്മളിത് കഴിക്കാനായിട്ട്. എങ്കിലേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ബാക്കി വന്ന ആ ഒരു ദോശമാവ് വെറുതെ കുറച്ചൊക്കെ ഒരു 2 ബൗളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫ്രിഡ്ജിൽ ഇരുന്ന് അങ്ങനെ അങ്ങ് വേസ്റ്റായി പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ ഒരു റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിൽ ബാലൻസ് വരുന്ന ദോശമാവൊക്കെ നമ്മൾ ബാലൻസ് വരുന്നത് പിറ്റേ ദിവസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വൈകിട്ടത്തെ 4 മണിക്കുള്ളൊരു സ്നാക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇത്രയും ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.